Hi friends, welcome back to our channel. ഞാൻ രഞ്ജി from YK Sound Academy. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. കാരണം നമ്മൾ സെക്കൻഡ് സീസണിലേക്ക് വന്നേക്കാണ്. ഇനിയുള്ള സീസൺ എന്ന് പറയുന്നത് നമുക്ക് കുറച്ചുകൂടി പ്രോഡക്ട്സിന് റിവ്യൂസ് ആയിരിക്കും. ഓരോരോ ഐറ്റംസ് എനിക്ക് കുറേ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയാമോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഹാർഡ്വെയർ എങ്ങനെയായിരിക്കും മേടിക്കാൻ. അപ്പം നമുക്ക് പറ്റാവുന്ന അത്ര ഹാർഡ്വെയർ നമ്മളിവിടെ അതിൻ്റെ റിവ്യൂസ് നമ്മളിവിടെ ചെയ്യും. അതുപോലെ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. നമ്മുടെ ഇന്നത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സൗണ്ട് ക്രാഫ്റ്റിൻ്റെ UI24R എന്ന് പറഞ്ഞ ഒരു ഡിജിറ്റൽ മിക്സറാണ്. ഇതൊരു ഡിജിറ്റൽ മിക്സർ മാത്രമല്ല, ഇതൊരു ലൈവ് മിക്സർ മാത്രമല്ല, ഇതൊരു മൾട്ടി ട്രാക്ക് റെക്കോർഡർ കൂടിയാണ്. നമുക്ക് ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി നമുക്ക് ഈ മിക്സർ സ്പോൺസർ ചെയ്തേക്കുന്നത് FQ LAN എന്ന് പറഞ്ഞൊരു ലൈറ്റ് ആൻഡ് സൗണ്ട് ടീമാണ്. നമ്മുടെ എല്ലാം ബാൻഡ് ഷോസ് അവരാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവർ ഈ മിക്സർ തന്ന് സഹായിച്ച KPJ ജോഷിയാണ് ശരിക്കും നമ്മൾ താങ്ക്സ് പറയണം. അപ്പോൾ നമുക്ക് നേരെ ഈ മിക്സറിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. ഈ ഒരു മിക്സറിനകത്ത് 24 ഇൻപുട്സ് ആണ്. നിങ്ങൾക്ക് കാണാം ഈ താഴെ കാണുന്ന XLR ജാക്ക് പ്ലസ് കോംബോ. ഇതൊരു കോംബോ ജാക്കാണ്. XLRും TS നിങ്ങൾക്ക് കണക്ഷൻ കൊടുക്കാം. 24 ഇൻപുട്സ് ആണ്. ഇപ്പം നമുക്ക് നേരെ XLRൻ്റെ ഒരു 20 ഇൻപുട്സ് പ്ലസ് RCA ജാക്ക് 2 ഇൻപുട്ട് ഉണ്ട്. അതുകൂടാണ്ട് ഒരു USB പ്ലേ ബാക്ക് ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഒരു പെൻഡ്രൈവിനകത്ത് നിങ്ങൾക്ക് സോങ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ മിക്സറിലേക്ക് നിങ്ങൾക്ക് ആ പെൻഡ്രൈവ് കണക്ട് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് സോങ്സ് ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം. അപ്പോൾ 24 ഇൻപുട്സ് നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടും. അതുപോലെ മെയിൻ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാസ്റ്റർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ലെഫ്റ്റ് റൈറ്റ് അവർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ അതിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് അവർ അതിൻ്റെ നോബ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മിക്സ് L, മിക്സ് R എന്ന് പറഞ്ഞിട്ട് 2 നോബുണ്ട്. നിങ്ങൾക്ക് കാണാം ഈ 2 നോബ്. അതുപോലെ ഹെഡ്ഫോൺ ഔട്ട്പുട്ട്സ് ഉണ്ട്. 2 ഹെഡ്ഫോൺ ഔട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് കണക്ട് ചെയ്യാം. അതിൻ്റെ 2 ജാക്കാണ് ഇവിടെ. അതിൻ്റെ ഫുൾ കൺട്രോൾ ലെവൽ നോബ് കൺട്രോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാണ്ട് ഇതിനകത്ത് 8 ഓക്സ് ഉണ്ട്. 8 ഓക്സ് ആണ്. അതിനർത്ഥം നിങ്ങൾക്ക് 8 മോണിറ്റർ നിങ്ങൾക്ക് സ്റ്റേജിൽ കണക്ട് ചെയ്യാം. ഇതിൻ്റെ എല്ലാം XLR ഔട്ട്പുട്ട്സ് ആണ്. നിങ്ങൾക്ക് കാണാം ഈ ഒരു മിക്സറിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് കമ്പനി പറയുന്നത് എന്ന് വെച്ചാൽ ഇതൊരു വൈഫൈ മിക്സറാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ മിക്സർ കണ്ടിട്ടുണ്ടാവും. മിക്സറിൽ നോർമലി കുറേ നോബ്സ് ഉണ്ടാവും, കുറേ ഫേഡേഴ്സ് ഉണ്ടാവും. ഈ ഒരു മിക്സറിൽ അതൊന്നുമില്ല. കാരണം ഇതൊരു ഇൻബിൽറ്റ് വൈഫൈ പ്രൊവൈഡ് ചെയ്യുന്ന മിക്സറാണ്. അതിനർത്ഥം ഇതിൻ്റെ എല്ലാം ഫേഡേഴ്സ്, എല്ലാം നോബ്സ് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നിങ്ങളുടെ iPad അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്യാം. ഈ ഒരു മിക്സറിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു വെന്യൂനകത്ത് നിങ്ങൾക്ക് ഏത് സ്പോട്ടിലും പോയിട്ട് നിങ്ങളുടെ iPad അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോണിൽ നിന്ന് അതിൻ്റെ ലെവലിൻ്റെ ചേഞ്ചസും അതിൻ്റെ ഫ്രീക്വൻസി ബാലൻസ് കംപ്രഷൻ എല്ലാം നിങ്ങൾക്ക് നടന്നിട്ട് ചെയ്യാം. അതുമാത്രമല്ല ഇതിനൊരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ സ്റ്റേജിനകത്ത് പ്ലേ ചെയ്യുന്ന ആർട്ടിസ്റ്റിന് എല്ലാവർക്കും സ്വന്തം മൊബൈൽ ഇതിനകത്ത് കണക്ട് ചെയ്യാം. ഇതിനകത്ത് അപ് ടു 10 മൊബൈൽസ് കണക്ട് ചെയ്യാം. അത് iPad ആവാം, Mac ആവാം, Windows PC ആവാം, ഫോൺ ആവാം, ആൻഡ്രോയിഡ് ഫോൺ ആവാം. എല്ലാ ആർട്ടിസ്റ്റിനും സെപ്പറേറ്റ് ആയിട്ട് അവരുടെ മോണിറ്റർ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ ബാൻഡിനെ ഷോസ് ചെയ്യുമ്പോഴും ഞങ്ങളുടെ എല്ലാ മിക്സ് ഞങ്ങൾ സ്വന്തമായിട്ടാണ് ചെയ്യണം. ഞങ്ങൾക്ക് സൗണ്ട് എഞ്ചിനീയറിൻ്റെ അടുത്ത് പറയേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് ആ മെയിൻ FOH സ്പീക്കേഴ്സ് അവർക്ക് മിക്സ് ചെയ്യാം ആ നേരം കൊണ്ട്. അപ്പോൾ ഭയങ്കര ടൈം സേവിങ് ആണ്. അതുപോലെ ഭയങ്കര കൺവീനിയൻറ്റ് കൂടിയാണ്. ഈ ഒരു മിക്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഫസ്റ്റും സെക്കൻഡ് ചാനൽ എന്ന് പറയുന്നത് ഇൻബിൽട്ടായിട്ട് ഡിജിടെക്കിൻ്റെ ഗിറ്റാർ മോഡലിംഗ് ആംപ് ഇൻബിൽട്ടായിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ സിസ്റ്റത്തിനകത്ത് നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. ഒരു ഇലക്ട്രിക് ഗിറ്റാർ ഡയറക്റ്റ് ഇപ്പോൾ ഒരു ഷോനകത്തൊരു ക്യൂബില്ല അല്ലെങ്കിൽ ഒരു പ്രൊസസ്സർ ഇല്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ആ ഇലക്ട്രിക് ഗിറ്റാർ ഡയറക്റ്റ് ഇതിനെ ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ചാനലിൽ കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷനിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്രൊസസ്സർ ചൂസ് ചെയ്യാം. ഇഷ്ടംപോലെ ഇവർ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല അടിപൊളി ടോണാണ് നമ്മൾ കഴിഞ്ഞ ദിവസം സെലക്ട് ചെയ്തായിരുന്നു. നിങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് ഇതിനകത്ത് ഫസ്റ്റ് സെക്കൻഡ് ചാനലിൽ അവർ ഡിജിടെക്കിൻ്റെ ഗിറ്റാർ മോഡലിംഗ് ആംപ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു മിക്സർ എന്ന് പറയുന്നത് ഒരു ലൈവ് മിക്സർ മാത്രമല്ല, ഇതൊരു മൾട്ടി ട്രാക്ക് റെക്കോർഡർ കൂടിയാണ്. നിങ്ങൾക്ക് ഒരു സ്റ്റുഡിയോയിൽ വെക്കാൻ ഇത് അടിപൊളി മിക്സറാണ്. കാരണം 24 ഇൻപുട്ട്സ്, ഈ കാണുന്ന 22 ചാനൽസും അതുപോലെ USB നിങ്ങൾക്ക് ഒരു സെപ്പറേറ്റ് ഇവിടെ ഒരു റെക്കോർഡിംഗ് എന്ന് പറഞ്ഞൊരു USB-ൻ്റെ പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾ USB കണക്ട് ചെയ്യുകയാണെങ്കിൽ USB പെൻഡ്രൈവ് കണക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ 24 ഇൻപുട്ട്സ് നിങ്ങൾക്ക് ആ USB പെൻഡ്രൈവിനകത്ത് സെപ്പറേറ്റ് ട്രാക്സ് ആയിട്ട് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അത് വേവ് ആക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്ലാക്ക് ആക്കാം. ഫ്ലാക്ക് ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് എല്ലാം സോഫ്റ്റ്വെയറിനകത്ത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, നിങ്ങളിതൊരു സ്റ്റുഡിയോയിലാണ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡയറക്റ്റ്ലി USB USB ഇൻ്റർഫേസ് എന്ന് പറഞ്ഞൊരു പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആ പോർട്ട് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. സെയിം 24 ഇൻപുട്ട്സ് നിങ്ങൾക്ക് ആ സിസ്റ്റത്തിലേക്ക് നിങ്ങളുടെ യൂസ് ചെയ്യുന്ന ലോജിക് പ്രോ ആവാം, പ്രോ ടൂൾസ് ആവാം, ക്യൂബേസ് ആവാം, അതിനകത്ത് നിങ്ങൾക്ക് ബാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 24 ഇൻപുട്ട്സ് നിങ്ങൾക്ക് അവിടെ റെക്കോർഡ് ചെയ്യാം. മൾട്ടി ട്രാക്കായിട്ട് റെക്കോർഡ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ഹൈലൈറ്റ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് രണ്ടും ചെയ്യണം. നിങ്ങൾ ഷോ ചെയ്യണം, നിങ്ങൾക്ക് അത് റെക്കോർഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് സിസ്റ്റം ഇല്ല, നിങ്ങൾക്ക് നേരെ പെൻഡ്രൈവ് കണക്ട് ചെയ്യാം. നിങ്ങളുടെ സിസ്റ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ USB ഇൻ്റർഫേസ് വഴി നിങ്ങൾക്ക് ഈ ഫുൾ 24 ഇൻപുട്ട്സ് നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റത്തിൽ റെക്കോർഡ് ചെയ്യാം. നിങ്ങളുടെ ഡോറിനകത്ത് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും.
ഈ ഒരു മിക്സറിനകത്ത് നിങ്ങൾക്ക് ലെക്സിക്കോണിൻ്റെ എഫക്ട്സ് ഇവർ ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾക്കറിയാം ലെക്സിക്കോൺ എഫക്ട്സ് എന്ന് ഭയങ്കര ഒരു അവാർഡ് വിന്നിങ് എഫക്ട്സ് പ്രോസസ്സറാണ്. ആ പ്രോസസ്സർ ഇതിനകത്ത് ഇൻബിൽട്ട് ആയിട്ട് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഏത് ചാനലിനകത്ത്, അത് കൂടാണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഓക്സിലറി ചാനലിനകത്ത് കൂടി നിങ്ങൾക്ക് ആ ഒരു റിവേർബും ഡിലേ ഒക്കെ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. അതൊക്കെ ഇതിൻ്റെ ആപ്പിനകത്ത് തന്നെ ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അത് മാത്രമല്ല ഇവർ DBXനെ കംപ്രസേഴ്സ് DSS ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇൻബിൽട്ട് ആയിട്ട് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ അതിൻ്റെ സെറ്റിംഗ്സ് ഫുൾ ഇതിൻ്റെ ആപ്പിനകത്ത് തന്നെ കാണിച്ചു തരാം. ഈ ഒരു മിക്സറിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് AFS എന്ന് പറഞ്ഞൊരു സിസ്റ്റം അവർ ഇൻബിൽട്ട് ആയിട്ട് ചെയ്യുന്നുണ്ട്. AFS എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ഫീഡ്ബാക്ക് സപ്രഷനാണ്. നിങ്ങൾക്കറിയാം ഒരു ലൈവ് ഷോ ചെയ്യുമ്പോഴും ഏറ്റവും മെയിൻ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് അതിൻ്റെ ഫീഡ്ബാക്കാണ്, ഒരു ഹൗളിംഗ് സൗണ്ട്. ഈ ഒരു മിക്സിനകത്ത് അത് ഒരു സെറ്റിംഗ് ഉണ്ട്. അത് ഓൺ ആക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരു ഫീഡ്ബാക്ക് ജനറേറ്റ് ആയി കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി ആ ഫീഡ്ബാക്ക് ആ ഒരു ഫ്രീക്വൻസി ഓട്ടോമാറ്റിക്കലി ഇത് സപ്രസ് ചെയ്ത് കളയും. അത് മിക്ക മിക്സസിൽ ഞാൻ കണ്ടിട്ടില്ല. RTA ഓപ്ഷൻ നിങ്ങൾക്ക് അറിയാം, മിക്ക മിക്സസിലുണ്ട്. RTA എന്ന് പറഞ്ഞാൽ റിയൽ ടൈം അനലൈസർ. നിങ്ങൾക്ക് ഫ്രീക്വൻസി ഏതാണ് ബൂസ്റ്റ് ആവണമെന്ന് നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിനകത്ത് ഓട്ടോമാറ്റിക് ഫീഡ്ബാക്ക് സപ്രഷൻ ഉണ്ട്. അത് നിങ്ങൾ ലൈവായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഒരു ഫീഡ്ബാക്ക് ജനറേറ്റ് ആയി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി അതിനെ സപ്രസ് ചെയ്യും. ആ ഒരു ഓപ്ഷൻ ഇതിൻ്റെ എല്ലാം ഓക്സ് ചാനൽസിൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാണ്ട് ഇതിൻ്റെ മാസ്റ്റർ ചാനൽസിൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സാധാ ഒരു മിക്സർ, നോർമലി ഒരു മിക്സർ ഇറങ്ങണമെങ്കിൽ മാർക്കറ്റിൽ നിങ്ങൾക്കറിയാം ഒരു ആപ്പ് സ്റ്റോർ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിന് നമ്മളൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. പക്ഷേ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന് ആപ്ലിക്കേഷൻ ഇല്ല. ഇതൊരു HTML ആപ്പാണ്. ഈ ഒരു മിക്സർ നിങ്ങൾ ഓൺ ആക്കുമ്പോൾ തന്നെ ഇതിനൊരു ഹോട്ട്സ്പോട്ട് ജനറേറ്റ് ആവും. നിങ്ങളുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നിന്ന് നിങ്ങൾക്ക് ആ ഒരു ഹോട്ട്സ്പോട്ടിലേക്ക് നിങ്ങൾക്ക് വൈഫൈ കണക്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഏതെങ്കിലും ബ്രൗസർ, ക്രോം ആവാം, സഫാരി ആവാം, ഫയർഫോക്സ് ആവാം, ഇതിലേക്ക് പോയിട്ട് നിങ്ങൾ ഇതിൻ്റെ IP അഡ്രസ് ടൈപ്പ് ചെയ്യണം. ഇതിന് IP അഡ്രസ് എന്ന് പറഞ്ഞാൽ 10.10.1.1. ഈ ഒരു മിക്സറിൻ്റെ ബാക്ക് സൈഡിൽ ഇതിന് IP അഡ്രസ് കൊടുത്തിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഒരു ലാപ്ടോപ്പ്, ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പ് എന്ന് പറയുന്നത് മാക്കാണ്, MacBook Pro ആണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബ്രൗസർ തുറന്ന് വെച്ചിട്ടുണ്ട്, ക്രോമിൻ്റെ ബ്രൗസറാണ്. ഞാൻ വൈഫൈ ഓൾറെഡി നിങ്ങൾക്ക് കാണാം. വൈഫൈ ഞാൻ ഓൾറെഡി FQ മീഡിയ സൗണ്ടിലേക്ക് ഞാൻ കണക്ട് ചെയ്തിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് പാസ്വേഡ് സെറ്റ് ചെയ്യാം. പാസ്വേഡ് അടിച്ചാൽ മതി, നിങ്ങൾക്ക് അത് ആപ്പിനകത്ത് തന്നെ സെറ്റ് ചെയ്യാവുന്നുള്ളൂ. ഞാനിപ്പോൾ ഇതിൻ്റെ IP അഡ്രസ് ടൈപ്പ് ചെയ്യാണ് 10.10.1. നിങ്ങൾക്കറിയാം ഞാൻ ഓൾറെഡി ഇത് കണക്ട് ചെയ്ത് വെച്ചേക്കായിരുന്നു. അപ്പോൾ ഇത് ഓൾറെഡി വന്നിട്ടുണ്ട് 10.10.1.1. ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് കാണുന്ന സ്ക്രീൻ എന്ന് പറയുന്നത് ഇത് 2 വ്യൂ തരും. നിങ്ങൾ ലാപ്ടോപ്പാണോ അതോ മൊബൈലാണോ ആ ഒരു വ്യൂ ഇത് കാണിക്കും. നിങ്ങൾ ഏത് ഡിവൈസാണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ആ സ്ക്രീൻ ചൂസ് ചെയ്യാം. ഇപ്പം എനിക്ക് വലിയ സ്ക്രീൻ വേണം, അതുകൊണ്ട് ഞാൻ ടാബ്ലറ്റിൻ്റെ അല്ലെങ്കിൽ iPadൻ്റെ സ്ക്രീനാണ് കാണിക്കുന്നത്. നിങ്ങളൊരു മൊബൈൽ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആ മൊബൈൽ സ്ക്രീൻ മാത്രം ക്ലിക്ക് ചെയ്താൽ മതി. അപ്പം നമുക്ക് വലിയ സ്ക്രീൻ വേണം, അത് ലാപ്ടോപ്പാണ് യൂസ് ചെയ്യണം നമ്മൾ. അപ്പോൾ നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ ഒരു മെയിൻ മിക്സർ വിൻഡോ നമ്മുടെ ഫ്രണ്ടിൽ വരും. കണ്ടോ, ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ മിക്സ് വിൻഡോ ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് ഗെയിൻ സെറ്റ് ചെയ്യണം. ഗെയിൻ സെറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം. കണ്ടോ, ഇതാണ് ഇതിന് ഇൻപുട്ട് ഗെയിൻ. ഇപ്പം നിങ്ങൾ ഒരു ലെവൽ നിങ്ങൾക്കറിയാം, ഒരു മിക്സറിനെ നമ്മൾ കണക്ട് ചെയ്ത് ഫസ്റ്റ് ഇൻപുട്ട് എടുക്കുന്നത് ആ ഗെയിൻ സെറ്റിംഗ് ആണ്. ആ ഗെയിൻ സെറ്റിംഗ് നിങ്ങൾക്ക് ഇവിടെ വെച്ച് ചെയ്യാൻ പറ്റും. എല്ലാ ഗെയിൻ ഇവിടെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അതുകൂടാണ്ട് മുകളിൽ കാണാം, ഇപ്പോൾ ബൈ ചാൻസ് നിങ്ങളൊരു കണ്ടൻസർ മൈക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ 48 വോൾട്ട്സിൻ്റെ ഓപ്ഷൻ ഈ ഒരു ആപ്പിൽ തന്നിട്ടുണ്ട്. നിങ്ങളിവിടെ ഓണാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ഒരു മിക്സറിൻ്റെ ഇൻപുട്ടിൽ നിന്ന് ആ 48 വോൾട്ട്സിൻ്റെ ഫാൻറ്റം പവർ ആ മൈക്കിലോട്ട് പൊക്കോളും. നിങ്ങൾക്ക് ഇവിടെ തന്നെ ചെയ്യാം, മിക്സറിലേക്ക് വരേണ്ട ആവശ്യമില്ല. ഇതാണ് ഇതിൻ്റെ മെയിൻ ഗെയിൻ വിൻഡോ. പിന്നെ നമുക്ക് ഇതിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മിക്സ് വിൻഡോ ആണത്. നിങ്ങൾക്ക് അറിയാം, കണ്ടോ, ചാനൽ 7 ഞാനിപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ എഡിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ മെയിലിൽ കാണുന്നതാണ് EQ, ഗേറ്റ്, കംപ്രസർ, FXN, ഓക്സിജൻ, പാച്ചിങ് എല്ലാം ആ ഒരു ചാനലിൻ്റെ സെറ്റിങ്സ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് EQ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ EQ ചെയ്യാം. എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പാരാമെട്രിക് EQ ആണ് നിങ്ങൾക്ക് ചെയ്യാം. അതുപോലെ ഗേറ്റ്, നോയ്സ് ഗേറ്റ് നിങ്ങൾക്ക് ഇടണമെങ്കിൽ നിങ്ങൾക്ക് നോയ്സ് ഗേറ്റ് ഇടാം. നിങ്ങൾക്ക് എവിടെ ത്രെഷോൾഡ് സെറ്റ് ചെയ്യണം എല്ലാം നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. അതുപോലെ കംപ്രസർ, ഞാൻ പറഞ്ഞ പോലെ ഇതൊരു DBXൻ്റെ കംപ്രസറാണ്. അപ്പോൾ നിങ്ങൾക്ക് കംപ്രഷൻ, അറ്റാക്ക് റേഷ്യോ എല്ലാ സെറ്റിങ്സ് ആ ആപ്പിനകത്ത് അവർ ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. FXNs, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് ലെക്സിക്കോണിൻ്റെ FX 4 പ്രൊസസ്സർ ഇവിടെ ലെക്സിക്കോണിൻ്റെ ഇടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് 4 FX വരെ ഒരു ചാനൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഡീറ്റെയിൽസാണ് നിങ്ങൾക്കറിയാം. ഇവിടെ സ്റ്റുഡിയോ, എല്ലാം ടൈപ്പ്, കാത്തഡ്രൽ, ലാർജ് ഹോൾ, മീഡിയം ഹോൾ, എല്ലാ FX അവർ ഓൾറെഡി ഇതിനകത്ത് അവർ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്സെൻസ് എല്ലാം ഓക്സ്, ഇതിന് ഞാൻ പറഞ്ഞ പോലെ 8 ഓക്സ് ആണ്. നിങ്ങൾക്ക് എല്ലാ ഓക്സ് ഇവിടെ കാണാം. പാച്ചിങ്, ഇപ്പോൾ ഈ പാച്ചിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻപുട്ട്സ് എല്ലാം ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇൻപുട്ട് 1 ഇപ്പോൾ നിങ്ങൾക്ക് സെയിം ഇൻപുട്ട് 1 തന്നെ ഇൻപുട്ട് 4ലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇതിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാനുള്ള ഫെസിലിറ്റി ഈ ഒരു ആപ്പിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാണ്ട് ഇതാണ് ഇതിൻ്റെ മാസ്റ്റർ കൺട്രോൾ.
കേട്ടോ. ഇൻപുട്ട് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാം. അതുപോലെ നിങ്ങളൊരു ഡിലേയുടെ ഒരു ടാപ്പ് ടെമ്പോ ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ ടാപ്പ് ചെയ്യാം. അതുമാത്രമല്ല ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു ക്യൂ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ കമ്പനി പ്രൊവൈഡ് ഉണ്ട്. ഇപ്പോൾ ഒരു 3-4 ബാൻഡ്സ് പെർഫോം ചെയ്യുന്നുണ്ട്, അവർ സൗണ്ട് ചെക്ക് ചെയ്തു, നിങ്ങൾക്ക് ആ മിക്സ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു സെറ്റിങ്ങിനെ ക്യൂ ആയിട്ട് സേവ് ചെയ്യാം. ആ ബാൻഡിൻ്റെ പേരിൽ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ ആ പെർഫോം ചെയ്യാൻ ബാൻഡ് പറയുകയാണെങ്കിൽ ആ ഒറ്റ ക്ലിക്കിൽ ആ ഫുൾ മിക്സ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഇതിനെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യൂ സേവ് ചെയ്യാം, ഇതിനകത്ത് സ്നാപ്ഷോട്ട് സേവ് ചെയ്യാം, ഓരോരോ മിക്സ് സേവ് ചെയ്യാം. ഇതിനകത്ത് അങ്ങനെ കുറേ ഓപ്ഷൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്തൊരു ഓട്ടോമാറ്റിക് ഫീഡ്ബാക്ക് സപ്രഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതെന്ന് പറയുന്നത് നിങ്ങളൊരു ഓക്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുണ്ടോ, ഞാൻ ഈ പി എന്ന് പറഞ്ഞ ഓക്സ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ഈ ഒരു സെറ്റപ്പ് AFS2 എന്ന് പറഞ്ഞ സെറ്റപ്പ് നിങ്ങൾ സെലക്ട് ചെയ്യാം. ലൈവ് മോഡാക്കാം, നിങ്ങൾക്ക് ലോക്ക് മോഡാക്കാം, ഫിക്സ്ഡ് മോഡാക്കാം. ഫിക്സ്ഡ് എന്ന് വെച്ചാൽ പിന്നെ അത് അനങ്ങില്ല. ലൈവ് മോഡ് നിങ്ങൾ ഓണാക്കി കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിനെ സപ്രസ് ചെയ്യും. അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം അതിനുള്ള സെൻസിറ്റിവിറ്റി നിങ്ങൾക്ക് ഇതിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ട് അതിൻ്റെ റേഞ്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതിൻ്റെ ഒരു ഓപ്ഷൻ കമ്പനി ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾക്കറിയാം മിക്ക ലൈവ് ഷോസിൽ സൗണ്ട് എഞ്ചിനീയേഴ്സിന് പറഞ്ഞ ഒരു പ്രോബ്ലമാണ് ഫീഡ്ബാക്ക് ഇഷ്യൂ. അത് ഓട്ടോമാറ്റിക്കലി ഇതിനൊരു സെറ്റിങ്സ് ഇവർ തന്നെ ഇൻബിൽഡായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്ക്രീൻ എന്ന് പറയുന്നത് അതിന് RT സ്ക്രീനാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫ്രീക്വൻസി നിങ്ങൾക്കറിയാം കൂടുതൽ പോപ്പപ്പ് ആവുകയാണെങ്കിൽ നിങ്ങൾക്കത് കട്ട് ചെയ്യാം. അതിൻ്റെ ഫുൾ സെറ്റിങ്സ് ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത് എല്ലാ മോണിറ്റേഴ്സിലും ചെയ്യാം, അതുപോലെ എല്ലാം മാസ്റ്റർ ഔട്ട്പുട്ട്സിലും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ഈ ഒരു മിക്സറിൻ്റെ ഫ്രണ്ട് സൈഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ആൻറ്റീന ഈ വൈഫൈയുടെ കണക്ഷന് വേണ്ടിയാണ്. അതുകൂടാണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് നിന്നൊരു സെപ്പറേറ്റ് റൗട്ടർ സെലക്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മിക്സർ കുറച്ച് ദൂരെയാണെങ്കിൽ ചിലപ്പോൾ റേഞ്ചിന് ഇഷ്യൂസ്, ഇത് അത്യാവശ്യം നല്ല ദൂരം പിടിക്കും. അതുമാത്രമല്ല നിങ്ങൾക്ക് ഒരു സെപ്പറേറ്റ് റൗട്ടർ ഇതിനകത്ത് നിങ്ങൾക്ക് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്റ്റേജിൽ വെക്കാൻ പറ്റും. അതിന് ഓപ്ഷൻ ഈ ഒരു സൈഡിൽ ഇവർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഇവിടെ USB കണക്ഷൻസ് ഉണ്ട്. അതുപോലെ HDMI, നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് നിങ്ങൾക്ക് HDMI കണക്ട് ചെയ്യാം. അതുപോലെ ഈത്തർനെറ്റിൻ്റെ കണക്ഷൻ. ഈ ഈത്തർനെറ്റിൻ്റെ കണക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളിൽ 2 UI24R ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഇത് ഒറ്റ ഡിവൈസായിട്ട് യൂസ് ചെയ്യാം. കാസ്കേഡിംഗ് എന്ന് പറയും. ആ ഒരു ഓപ്ഷൻ കൂടി ഈ കമ്പനി ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഈത്തർനെറ്റ് കേബിൾ വഴി നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ ഓപ്ഷൻ. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു iPad ഞാൻ കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ഈ സെയിം രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺസ് കണക്ട് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ ഞാൻ വൈഫൈ ഇതിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞാൻ IP അഡ്രസ് ക്രോമിനകത്ത് ഇട്ടു 10.10.1.1. അപ്പോൾ ഈ ഒരു സ്ക്രീൻ വരും. ഇതെന്ന് പറയുന്നത് ഞാൻ നേരത്തെ കാണിച്ച പോലെ ഇതൊരു ഫോണാണെങ്കിൽ നിങ്ങൾക്ക് ഫോൺ സെലക്ട് ചെയ്യാം. ഒരു iPad അല്ലെങ്കിൽ ഒരു വലിയ ടാബ്ലറ്റ് അല്ലെങ്കിൽ ലാപ്ടോപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീനിൻ്റെ ചോയ്സ് മാത്രമേ അത് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ടാബ് ആയതുകൊണ്ട് ഞാൻ ഇതിൽ സെലക്ട് ചെയ്യണം. കണ്ടോ, ഇപ്പോൾ ലോഡായി നേരെ ആ ഒരു ആപ്ലിക്കേഷനിലോട്ട് ഇത് എൻ്റർ ആവും. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിലോട്ട് പോകാൻ പറ്റില്ല, കാരണം ഈ ഒരു വീഡിയോയുടെ ലെങ്ത് ഇതിന് തികയില്ല. അപ്പോൾ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ തീർച്ചയായും റെസ്പോണ്ട് ചെയ്യും. അതുപോലെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ഞാൻ ഇനിയും ഇങ്ങനത്തെ ഓരോരോ പ്രോഡക്ട്സിൻ്റെ റിവ്യൂസ് ചെയ്യും. താഴെ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റാണ് വേണ്ടത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും അത് കമൻറ്റ്സ് വായിച്ച് ഞാൻ അതിനനുസരിച്ച് ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ട് അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ.